ശ്രീമദ് ഭാഗവതം ക്ലാസ് 171 സ്കന്ധം 8 17-ാമത്തെ അധ്യായം. ഇതിൽ അതിഥിക്ക് ഭഗവാന്റെ വരദാനം. അതിഥിക്ക് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മാതാവ്. ഒന്നിൽ ശ്രീ ശുഗൻ പറയുകയാണ്, ഭർത്താവായ കശ്യപന്റെ ഉപദേശപ്രകാരം അതിഥി ദേവി ആ വ്രതം 12 നാള് ഒരു തടസ്സവുമില്ലാതെ അനുഷ്ഠിച്ചു. ഒരലസതയും പ്രകടിപ്പിക്കാതെ നല്ല ഉഷാറോടുകൂടി 12 നാള് അത് അനുഷ്ഠിച്ചു. 2:3 പറയുകയാണ് ഏകഭാവത്തോടുകൂടി. അതിൽ പറഞ്ഞ മാതിരി തന്നെ ഏകഭാവത്തോടുകൂടി ഇന്ദ്രാദികളെ നിയന്ത്രിച്ച് ഏകഭാവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാനുള്ള ഒരു മനോഭാവം. എല്ലാത്തിലും ഒന്നിനെ ദർശിക്കണം. എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന നിലയിൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് സർവൈശ്വര്യ ഗുണങ്ങളോടുകൂടിയ വാസുദേവനിൽ ഏകനിഷ്ഠമായ ബുദ്ധിയിൽ ചിത്തത്തെ ഉറപ്പിച്ച് പയോവ്രതം അനുഷ്ഠിച്ചു. മറ്റേ ഭർത്താവ് കഴിഞ്ഞ കശ്യപം പറഞ്ഞ മാതിരി തന്നെ എല്ലാം അതേപോലെ അനുഷ്ഠിച്ചു. ഇനി 4 പീതാംബരധാരിയായ 4 തൃക്കരങ്ങളോടുകൂടിയ 4 തൃക്കരങ്ങളിൽ എന്തുണ്ട്? ശംഖ്, ഗദ, ചക്രഗധാരിയായ ഭഗവാൻ ആ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷമായി. 5 നേരിട്ട് കണ്ടപ്പോൾ, ഇങ്ങനെ നേരിട്ട് പ്രത്യക്ഷമായത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ആദരിച്ച ശേഷം പ്രേമത്താൽ ഭക്തിയോടെ ആ പ്രേമം, ആ തരത്തിലുള്ള ഭക്തിയോടുകൂടി വിവശയായിട്ട് അവൾ നിലത്തെന്ത് ചെയ്തു? അപ്പം തന്നെ വീണിട്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. വീണിട്ട് നമസ്കരിച്ചു. 6. പിന്നെ ആ ദേവമാതാവ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കൈകൂപ്പി സ്തുതിക്കുവാൻ ശ്രമിച്ചു. കൂപ്പിയിട്ട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെപ്പോഴും കൈകൂപ്പിയിട്ട് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർണ്ണനകൾ നടത്തിയാണ് ചെയ്യുന്നത്. നമുക്കുള്ള ഉപദേശമാണ് ഈ പറയുന്ന വിഷ്ണു ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്തുതി എന്നതുകൊണ്ട് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സന്തോഷ ബാഷ്പത്താൽ ആകുലയായ, അവളെ കണ്ണിലെല്ലാം കണ്ണുനീര് ആ സന്തോഷം കൊണ്ടുള്ള ആകുലയായ നേതൃത്വത്തോടു കൂടിയതായി ഭവിച്ച അവൾ അതിന് ശക്തിയായില്ല. അപ്പോൾ സ്തുതിക്കാനൊന്നും അവളെ കൊണ്ട് പറ്റിയില്ല. എന്തുകൊണ്ട്? ഭഗവാന്റെ സന്ദർശനത്തിൽ രോമാഞ്ചിതയായ അവളുടെ ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ട് ആ അവസ്ഥയിലായിരുന്നു. അവൾ ഒന്നും ഉരിയാടാൻ പറ്റാതെ കുറച്ച് നേരം അങ്ങനെ നിന്നു. 7 പിന്നെ മെല്ലെ മെല്ലെ ഇടറുന്ന വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു തുടങ്ങി. കുറച്ച് സമയം എടുത്തിട്ടാണ് സ്തുതിക്കാൻ നമുക്ക് സാധിച്ചത്. ആ യജ്ഞേശ്വരമൂർത്തിയെ നുറ്റുനോക്കിക്കൊണ്ടിരുന്ന അവൾ നേത്രം കൊണ്ട് പാനം ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോയി. അത് കവിഭാവനം. നേത്രം കൊണ്ട് അങ്ങനെ മുഴുവൻ പാനം ചെയ്യുകയാണോ എന്നാണ് വേദവ്യാസന് തോന്നിയത്. ഇനി അടുത്ത് യജ്ഞപദേ, അവൾ എന്നിട്ട് മെല്ലന ഓരോ ചെറിയ വാക്കുകൾ കൊണ്ട് സ്തുതിക്കുകയാണ്. യജ്ഞപദേ, എല്ലാ യജ്ഞങ്ങളുടെയും അദ്ദേഹം തന്നെയാണ്. യജ്ഞസ്വരൂപനാണ്, എല്ലാ യജ്ഞങ്ങളുടെയും സ്വരൂപമാണ്. അത് നിർവികാരാത്മകനാണ്, എല്ലാത്തിലും നിർവികാരമാണ്. എന്ത് യജ്ഞം നടക്കുന്നുണ്ടെങ്കിലും നിർവികാരനായിട്ടാണ് അദ്ദേഹം ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം നടക്കുന്ന യജ്ഞങ്ങളുടെ നേരെയും അദ്ദേഹം നിർവികാരനാണ്. അദ്ദേഹം അതിലൊന്നും തലയിടുന്നില്ല.
മഹനീയ മൂർത്തെ, പുണ്യകീർത്തിയുള്ളവനെ, പിന്നെയോ ശ്രവണത്താൽ മംഗളമേകുന്ന ശ്രവണം ആരെങ്കിലും പറയുന്ന കേട്ടാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? അവരുടെ പ്രശ്നത്തിന് മംഗളം ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇവക്ക് വേണ്ട എന്താണ്? അത് തന്നെയാണ് ശ്രവണത്താൽ മംഗളമേകുന്ന, കേട്ട പാടെ മംഗളമേകുന്ന എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവൾ സ്തുതിക്കുന്നത് എന്നർത്ഥം. അവൾക്കിപ്പം പെട്ടെന്ന് കേട്ട പാടെ എന്ത് വേണം? അവളെ കാര്യത്തിൽ ഒരു മംഗളമായ തീരുമാനം ഉണ്ടാകണം. അനേകം തിരുനാമങ്ങളോട് കൂടിയവനെ, പിന്നെയോ ഭക്തഗണങ്ങളുടെ ദുരിതമകറ്റുന്നവനെ. അവിടെയും അവൾ ഉദ്ദേശിക്കുന്നത് അവളുടെ ദുരിതം അകറ്റണം എന്നുള്ള നിലയിൽ തന്നെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഭക്തഗണങ്ങളുടെ ദുരിതമകറ്റുന്നവനെ, വിശ്വനിയന്താവെ, വിശ്വത്തിനെ നയിക്കുന്ന, നമുക്ക് നന്മ ചെയ്യണേ. ഇങ്ങനെയെല്ലാം സ്തുതിച്ചുകൊണ്ട് പറയാണ് എനിക്ക് നന്മ ചെയ്യണം. എന്നിട്ട് എന്തും കൂടിയും പറയുകയാണ്, നിൻ തിരുവടി അനാഥർക്ക് നാഥനാണല്ലോ, ആരും ഇല്ലാത്തവർക്ക് അങ്ങ് നാഥനാണല്ലോ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കാരും ഇല്ല. ഇനി 9 വിശ്വരൂപനും സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണഭൂതനും. എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ്. ഈ സൃഷ്ടിക്കും സ്ഥിതിക്കും ഈ ലോകം ഉണ്ടാക്കിയതിനെല്ലാം പിന്നിലുള്ള കാരണഭൂതനും, സ്വന്തം ഇച്ഛയാൽ മായാഗുണങ്ങളോട് കൂടിയവനെങ്കിലും, സ്വന്തം ഇച്ഛയാൽ മായയോടുകൂടി ഒരു ലോകമുണ്ടാക്കി, മായാഗുണങ്ങളോടുകൂടി ഒരു ലോകം ആയി മാറി. കാരണം ആ ബ്രഹ്മം തന്നെയാണ്, ഇലയായ ശ്രീഹരി തന്നെയാണ് സ്വന്തം ഇച്ഛയാൽ മായയാൽ ഈ പ്രപഞ്ചമായി മാറിയത്. എങ്കിലും എന്താണ്? നിർഗുണനായിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് ഇതെല്ലാമായി മാറിയെങ്കിലും അദ്ദേഹം പക്ഷേ അതിലൊന്നും തലയിടാൻ പോകുന്നില്ല. ഉണ്ടായ കാര്യം അതുപോലെ അങ്ങ് നടന്നോട്ടെ, അദ്ദേഹത്തിന് അതിലൊന്നും കാര്യമില്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പണ്ടേ പറയുന്ന മാതിരി നമ്മുടെ മഹാനായ അംബേദ്കർ ഒരു ഭരണഘടന ഉണ്ടാക്കി, പിന്നെ അത് പോകുന്നത് അതിൻ്റെ പോക്ക്, പിന്നെ അതിൻ്റെ കാര്യത്തിലൊന്നും തലയിടാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള നിർഗുണനായിട്ടിരിക്കുന്ന നിത്യാനന്ദമായ, അതേപോഴും നിത്യാനന്ദമായ അവസ്ഥയിലാണ്. ഊർജിതമായ ജ്ഞാനസ്വരൂപനായ, എല്ലാ തരത്തിലും ചെറിയ ചെറിയ വാക്കിലാണ് പറയുന്നത്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നീട്ടി വലിച്ച് പറയാനൊന്നുമില്ല, എല്ലാം കുറച്ച് കുറച്ച് വാക്കുകളിലാണ് പറയുന്നത്. അജ്ഞാനമകറ്റ് സംസാര താപത്തെ അകറ്റുന്നവനായ നിന്തിരുവടിക്ക് നമസ്കാരം. ആ സംസാരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും താപം കൊണ്ട് വിഷമിച്ച് നടക്കുന്നുണ്ടവർ, അവരുടെ അതെല്ലാം മാറ്റിക്കൊടുക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. 10 ദീർഘായുസ്സും നല്ല ശരീരവും തുല്യതയില്ലാത്ത സമ്പത്തും അഷ്ടൈശ്വര്യങ്ങളും ധർമാർത്ഥ കർമ്മങ്ങളുടെ അവബോധവും പ്രസന്നനായ നിന്നിൽ നിന്നും ജനത്തിനുണ്ടാകുന്നു. അതായത് നീ പ്രസന്നനായാൽ, നിന്നെ പ്രസന്നനാക്കിയാൽ ആ ജനത്തിന് എന്തെല്ലാം കിട്ടും? ദീർഘായുസ് കിട്ടും, നല്ല ശരീരം കിട്ടും, തുല്യതയില്ലാത്ത സമ്പത്ത് കിട്ടും, അഷ്ടൈശ്വര്യം കിട്ടും, ധർമാർത്ഥ കാമങ്ങളെല്ലാം അതിനെപ്പറ്റിയുള്ള ബോധമെല്ലാം ഉണ്ടാകും. എന്ത് ചെയ്താൽ? ആര് നിന്നെ പ്രസന്നനാക്കുന്നുവോ അവർക്കിത് ഉണ്ടാകും. അപ്പം ഇത്രയും ഗുണങ്ങളെല്ലാം കിട്ടുമെങ്കിൽ, നിന്നെ പ്രസന്നനാക്കിയാൽ പിന്നെ ശത്രു വിജയാദി ഇച്ഛകളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? അതായത് ശത്രുക്കളെ കൊണ്ടുള്ള ദ്രോഹം ഇല്ലാതാക്കുന്ന സഹായം നീ പിന്നെ തീർച്ചയായിട്ടും ചെയ്യും. നിന്നെ തൃപ്തിപ്പെടുത്തി ഇതെല്ലാം നൽകും. അപ്പം പിന്നെ
ശത്രുതയുള്ളതാണെങ്കിൽ, അതായത് ഇവക്കിപ്പോൾ ശത്രുതയാണുള്ളത്, അത് തീർത്തു തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞത്. അപ്പം 11 ശ്രീ സുഗൻ പറയാണ്, ഇപ്രകാരം സ്തുതിക്കുമ്പോൾ ശ്രീ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ഇപ്രകാരം സ്തുതിക്കുമ്പോൾ എല്ലാ ശരീരത്തിലും അന്തരാമിയായിരിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. നമ്മുടെ ഉള്ളിലുള്ള വിഷ്ണു ഭഗവാൻ തന്നെയാണ് അരുളി ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് വേറെ ഇടന്നൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ആ ശക്തി വിശേഷം തന്നെയാണ് അരുളി ചെയ്യുന്നത്. എന്താണ് അരുളി ചെയ്തത്? 12 ദേവമാതാവേ, ദേവന്മാരുടെ മാതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത്. ഭവതിയുടെ മനോഭിലാഷം എനിക്കറിയാം. ഭവതിക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യമില്ല, എനിക്കറിയാം. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത്രയും വ്രതമെല്ലാം അനുഷ്ഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ വ്രതം അനുഷ്ഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കൃഷ്ണൻ അപ്പോൾ തന്നെ പറയുകയാണ്, വിഷ്ണു അപ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് പണ്ട് തന്നെ അറിയാം. പിന്നെയോ, ശത്രുക്കളാൽ ഐശ്വര്യവും മറ്റും അപഹരിക്കപ്പെട്ടതും സ്വസ്ഥാനത്ത് നിന്ന് പുത്രന്മാരടക്കം ഭ്രഷ്ടമാക്കപ്പെട്ടതുമെല്ലാം എനിക്കറിയാം. നിങ്ങളെ സ്ഥലമെല്ലാം അടിച്ചു കൊണ്ടുപോയി നിങ്ങൾ നാട് വിട്ട് കാര്യങ്ങളെല്ലാം എനിക്കറിയാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നല്ലോണം അറിയാം. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടാണ് നടക്കുന്നത്. അത് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അത് പിന്നെ അങ്ങോട്ട് കയറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പറഞ്ഞിട്ടുമില്ല, വെട്ടിത്തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ ഇങ്ങോട്ട് പറയുകയാണ് അതെല്ലാം. കാരണം നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കക്ഷിയാണത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന പക്ഷിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് കയറി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ തന്നെയുണ്ട്. ആ ഉള്ളിൽ ഞാനും ആ ശക്തി തന്നെയാണ്. അതിനെല്ലാം അറിയാം. പിന്നെ എന്തിനാ പോയിട്ട് നിലവിളിക്കുന്നത്? എന്നെ രക്ഷിക്കണേ, അത് ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? എന്തർത്ഥമാണ് ഇതിനുള്ളത്? ഒരു ചോദ്യം ചോദിക്കണ്ട, അതിനറിയാം. അതാണ് ഇങ്ങോട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ പറയുന്നത് എന്ന് നോക്കൂ. 13. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയുകയാണ്, ആ അസുരന്മാരെ തോൽപ്പിച്ച് എല്ലാം വീണ്ടെടുത്ത് പുത്രന്മാരോടൊത്ത് ഒരിടത്ത് സുഖമായി കഴിയുവാൻ ഭഗവതി ആഗ്രഹിക്കുന്നു. ഭഗവതിക്ക് ഇതാണ് വേണ്ടത്. ആസുരന്മാരെയെല്ലാം തോൽപ്പിക്കണം, എന്നിട്ട് എല്ലാ സ്വത്തുക്കളെല്ലാം വീണ്ടെടുക്കണം, എന്നിട്ട് മക്കളോടൊത്ത് ഒരുത്തിയിൽ സുഖമായിട്ട് താമസിക്കണം. ഇതല്ലേ ആഗ്രഹം? പിന്നെ 14 ഇന്ദ്രാദികളായ സ്വപുത്രന്മാരിൽ, പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഇന്ദ്രാദികളായ സ്വപുത്രന്മാർ, അതായത് ഇവരുടെ മക്കൾ. പിന്നെ എന്ത് വേണം? അസുരന്മാരെ എല്ലാം വധിച്ചിട്ട് പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ അസുരന്മാരെ വധിക്കണം. എന്നിട്ട് ശത്രുക്കളുടെ ഭാര്യമാർ, ആ വധിച്ചാൽ അവരുടെ ഭാര്യമാരെല്ലാം വിധവകളാവുമല്ലോ. എന്നിട്ട് അവരെല്ലാം കരഞ്ഞുകൊണ്ട് ദുഃഖികളായി അടുത്ത് അണഞ്ഞു കാണുവാൻ ഭഗവതി ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഭഗവതിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അസുരന്മാരെയെല്ലാം കൊള്ളണം. അവരുടെ ഭാര്യമാരെല്ലാം ദുഃഖത്ത് കണ്ണുനീരോടുകൂടി ഭഗവതിയുടെ മുമ്പിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണാൻ ഭഗവതി ആഗ്രഹിക്കുന്നു. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വ്രതവും അനുഷ്ഠിച്ചിട്ട് വന്നിട്ട് ചോദിക്കുന്ന കാര്യം ഇതാണ് ഭഗവതിക്ക് വേണ്ടത്. എന്ത് 15 പറയാണ്, ഭഗവതി സ്വന്തം പുത്രൻ തിരിച്ചു പിടിച്ച കീർത്തിയോടും ഐശ്വര്യത്തോടും സമ്പത്തുകളുമെല്ലാമായി സ്വർഗലോകത്തെ ആസ്ഥാനമാക്കി വിഹരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭഗവതി എന്ത് വേണം? എല്ലാം പോയി സ്വർഗത്തിൽ പോയി സുഖമായിട്ട് അവിടെ ഇരിക്കണം. ഇതാണ് ഭഗവതിക്ക് വേണ്ടതല്ലേ? എൻ്റെ 16 ഈ സമയം. എന്നാൽ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അസുരതംഗ തലവന്മാർ അധികപക്ഷവും അനീതി പ്രവർത്തിക്കുന്നവരായി എനിക്ക് അഭിപ്രായമുണ്ട്.
ചിലവരെല്ലാം അവിടെ അസുരന്മാർ അനീതിയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്നില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല, ഞാൻ അതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ അവർ അനുകൂലമായ സ്ഥലത്ത് അനുകൂലമായ കാലത്തിൽ ബ്രാഹ്മണരാൽ സുരക്ഷിതരായി കഴിയുകയാണ്. ആരുണ്ട്? ശുക്രാചാര്യരുണ്ട്. അവിടെ പരാക്രമം സുഖപ്രദമല്ല. ഇപ്പൊ അവിടെ പോയിട്ട് പറയുന്ന മാതിരി വ്രതം നോട്ടുണ്ട് അവരെ പോയി കൊന്നിട്ട് ഇങ്ങോട്ട് വരാനുള്ളതൊന്നും നടക്കുന്ന ഇപ്പോൾ ഉള്ള പറ്റിയ സമയമല്ല. ഇത് അവരുടെ സമയമാണ്. അതുകൊണ്ട് ഈ സമയം അത് നടക്കുന്ന കാര്യമല്ല. ഇത് തന്നെയല്ലേ ആരും പറഞ്ഞത്? ദേവന്മാരുടെ ഗുരു എന്താണ് പറഞ്ഞു കൊടുത്ത? അവരെ നല്ല സമയമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അതുവരെ എവിടെയും പോയി ഒളിച്ച് താമസിച്ചു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അവരെ ഒളിക്കാനും പോയി. ഈ പെണ്ണുങ്ങൾ വ്രതവും നോട്ടിട്ടുള്ള വ്രതത്തിന്റെ കാശ് മുഴുവൻ കൊണ്ട് കളഞ്ഞ് നേരം വിഷ്ണു വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അവരെ ഭാര്യമാരിന് കരഞ്ഞുകൊണ്ട് വന്ന് മുമ്പിലിരിക്കണം എന്നല്ലേ എന്ന്. കാരണം ഇപ്പൊ അവരുടെ കാലമാണ്, അവരുടെ സമയമാണ്. അതിനൊന്നും എനിക്കൊണ്ട് തല്ലിടാനൊന്നും പറ്റില്ല. കാരണം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള സമയം എത്തുമ്പോൾ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, അധർമ്മികൾ പെരുകുമ്പോൾ ഞാൻ വരും, എന്നിട്ട് എന്ത് ചെയ്യും? ആ അധർമ്മികളെ കൊല്ലും. അവർക്കൊരു സമയം വരെ കൊടുത്തിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ പോയി കൊല്ലും. അല്ലാതെ അതിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. അതായത് സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ കാര്യവും പോകുന്നത്. അപ്പം നമ്മളെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നല്ല സമയം എത്തുമ്പോഴേ അത് തീരാൻ പോകുന്നുള്ളൂ. അല്ല പൂജാ പരിപാടികളും ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് ഒരു ചുക്കും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് ഇതിലൂട്ടി ഉത്തരം നൽകുന്നത്. ഇല്ലെങ്കിൽ പിന്നെ വിഷ്ണു എന്താണ് ചെയ്യേണ്ടത്? ആ വരം വേണം, എന്ത് വരാൻ വേണ്ടത്? ആ അമ്മ ഇപ്പം തന്നെ തട്ടി തരണം, ഇപ്പം തന്നെ എന്നാ ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് സുദർശന അക്രമമായിട്ട് അവിടെ പോയിട്ട് കൊല്ലാൻ പോകുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല. അദ്ദേഹത്തിന് ഇടപെടാനും പറ്റില്ല. കാരണം അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടക്കൊന്നും കയറി ഇടപെടാനൊന്നും പറ്റില്ല. അത് വേദം നേരത്തെ പറയുന്നുണ്ട്, മുമ്പിൽ വേറൊരു കക്ഷി ഇരിക്കുന്നുണ്ട്. ഇവന്മാരെല്ലാം കയറില് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെ എല്ലാം കയറിലെ മൂക്കിൽ കയറി വിട്ട് പിടിച്ചുകൊണ്ട് ഒരു ശക്തിയാടി ഇരിക്കുന്നുണ്ട്. ആര്? ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം അല്ലെങ്കിൽ ശ്രീഹരി. ഇത് വിഷ്ണുവാണ് പറഞ്ഞത്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതെല്ലാം അവരുടെ സമയമാണ്. ആ സമയം കഴിയുന്നവരെ കാത്തു നിന്നേ പറ്റൂ എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. 17 എന്നിരിക്കലും ഭവതിയുടെ വ്രതത്താൽ സന്തുഷ്ടനായ എനിക്ക് ഒരു പോംവഴി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വ്രതാനുഷ്ഠിച്ചാൽ അതിന് ഫലം കിട്ടേണ്ടത്. ആ ഫലം ഞാൻ തരാം. എന്താണ്? എനിക്ക് ചെയ്ത പൂജാവ്രതം ഫലം ലഭിക്കാതിരിക്കുന്നത് ശരിയല്ല. പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫലം വേണമല്ലേ? ആ ഫലവും തരാം. എന്താ ഫലം? സ്വപുത്രന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി, അങ്ങയുടെ പുത്രന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭവതി ചെയ്ത വ്രതത്തിൽ ഞാൻ പ്രസാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കശ്യപ പ്രജാപതിയുടെ വീര്യത്തിൽ ഭവതിയുടെ പുത്രഭാവേന ജനിച്ച് എല്ലാ പുത്രന്മാരെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ കശ്യപ പ്രജാപതിയിലൂടെ വീര്യത്തിലൂടെ ഭവതിയിലൂടെ ഒരു പുത്രനായിട്ട് ജനിച്ചു വരാം. അവരെ സംരക്ഷിക്കാൻ എൻ്റെ ഈ പുത്രൻ വലുതായിട്ട് വേണം ഒരവതാരത്തിലൂടെ ആരെ കൊല്ലാൻ? മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ. അപ്പം അതുവരെ ഒരു രക്ഷയില്ല. ഈ കുട്ടിയും വലുതായിട്ട് അപ്പോഴേക്കും സമയമാവും. അതാണ് ഒരു തത്വം. ആ സമയത്തുമ്പോൾ ഒരു അവതാരം വേണ്ടില്ല, എന്നാൽ കുട്ടിയായിട്ട് വരാം. പക്ഷെ കുറച്ച് സമയം പിടിക്കും. അതുവരെ എവിടെയും പോയി ഒളിച്ചോളുക. ഇനി ഇത് പോയിട്ടില്ലെങ്കിലും ഇവർ വ്രതം അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ഇവളിലൂട്ട് തന്നെയാണ് ജയിക്കുക. കാരണം ദേവസ്വഭാവമുള്ള ഒരാൾ ആരിലൂട്ടിയാണ് ജനിക്കേണ്ടത്? അതിഥിയിലൂട്ടിയാണ്. അസുരനാണെങ്കിൽ ദിതിയിലൂട്ടിയാണ്. അപ്പോൾ ഇവളിലോട്ട് തന്നെ ജനിക്കും. ഇവൾ ഈ വ്രതം എടുത്തിട്ടില്ലെങ്കിലും ആ സമയത്തുമ്പം ജനിച്ചോളുമായിരുന്നു. അത് കശ്യപ പ്രജാപതിയുടെ വീര്യത്തിലൂടെയാണ് ജനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കുട്ടിയെ എങ്ങനത്തെ വേണമെന്നെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ആ ശക്തിയാണ്. ഭാവിയിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്
ഭാര്യയും ഭർത്താവിനെയും സൂട്ടബിളായ കണ്ടെത്തി അവരുടെ ജനിത ഘടനയുള്ള കുട്ടികളെ ചേർത്തിട്ട് യോജിപ്പിച്ചിട്ട് കുട്ടീനെ ഉണ്ടാക്കുന്നത് ആ ശ്രീഹരിയാണ് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്കതിൽ ഒരു പങ്കുമില്ല. ഈ കുട്ടി ജനിക്കുന്നതല്ല കാലത്തിന് വേണ്ടിയിട്ട് ഒരു ഗർഭപാത്രം ഉപയോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിലുള്ള ജനിതക ഘടന, ഇത് നമ്മളെ ജനിതക ഘടനയൊന്നുമല്ല, കൈമാറ എത്രയോ തലമുറകളായിട്ട് ഇങ്ങനെ പിതാക്കന്മാരുടെ എല്ലാം കൈമാറിക്കൊണ്ടുവരുന്ന ജനിത ഘടനയല്ല. ഞാൻ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല. ഇതേ അച്ഛന് കിട്ടി, അച്ഛൻ്റെ കിട്ടി, അങ്ങനെ കിട്ടിയിട്ട് വന്നതാണ്. ഇത് എവിടെ നിന്ന് വന്നതെന്ന് ഒരു പിടിയുമില്ല. ഇതൊന്നും എൻ്റെ അല്ല, എന്നെ ഏൽപ്പിച്ചു. ഞാനിനി അടുത്ത ആൾക്ക് കൈമാറി കൊടുത്തിട്ട് ഞാനങ്ങ് പോവും, ഈ ശരീരം ഉപേക്ഷിക്കും. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? വിഷ്ണു നേരിട്ടല്ല വരുന്നത്, കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ഒരു പുത്രൻ എന്ന രൂപത്തിലാണ് അവിടെ വരുന്നത്. ഇന്ന് ലോകത്തിൽ അധർമ്മം ഉണ്ടെങ്കിലും ചിലപ്പോൾ പുട്ടിന് ഈ ശക്തി വരുന്നത് പുട്ടിൻ എന്ന രൂപത്തിൽ വേടിക്ക് ട്രംപ് എന്ന് വേണ്ടവരെ ട്രംപ് എന്നും പറഞ്ഞു ആ രൂപത്തിലല്ലായിരിക്കും വരുന്നുണ്ടാവുക, ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വിഷ്ണു നേരിട്ടൊന്നും ഇറങ്ങി വരില്ല. കഥയിലൂടെ പറഞ്ഞു തരുന്ന ആശയം അതാണ്. അതാത് കാലങ്ങളിൽ ഞാൻ ഒരു പ്രത്യേക ലോകത്തെ മാറ്റിമറിക്കുന്ന ശക്തികളായിട്ട് പുറത്തേക്ക് വരും. ഇന്നത്തെ യുഗത്തിൽ നമ്മൾ ചിലപ്പോൾ പുട്ടിയിലൂട്ടി ആരും കാണുമോ, അല്ലെങ്കിൽ ട്രംപിലൂട്ടി, അതല്ലേ ഏതാണെന്ന് ഓരോ അവരവർക്ക് തീരുമാനിക്കാം. അത് കാലം പിന്നെ തെളിയിക്കുക ആരിലൂട്ടിയാണ് വരാൻ പോകുന്നത്. അത് കൃഷ്ണൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ ഭാഗവതത്തിൽ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ, എവിടെയാണെന്നുള്ള ഓർമ്മയൊന്നുമില്ല. പക്ഷികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗരുഡനെ ഞാനായി കണ്ടുക, മറ്റേൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇന്നത് ഞാനായി കാണുക. അപ്പോൾ ഓരോ വിഭാഗത്തിലും ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ളതിനെയെല്ലാം ഞാനായിട്ടങ്ങ് കണ്ടുവന്നു. താഴെയുള്ളതിന് ഞാനായിട്ട് കണ്ടോ, എല്ലാം ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ പറയൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ ഓരോ ആളിലൂടെ ഇറങ്ങി വരും, ഒരു ഉടുപ്പും എടുത്തിട്ടിട്ട്, ഒരു ശരീരം എടുത്തിട്ടിട്ട്. ആ ശക്തി തന്നെയാണ് വരുമ്പോൾ അതിനാണ് അവതാരം എന്ന് പറയുന്നത്. ആ ഉടുപ്പ് എടുത്തിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ വരാമെന്ന് സമ്മതിച്ചു. ഈ വിധം എന്നെ ചിന്തിച്ചുകൊണ്ട്, അതുകൊണ്ട് എന്ത് വേണം? ഈ വിധം എന്നെ 19 പറയാണ്, എന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ കശ്യപ പ്രജാപതിയുടെ അടുത്തേക്ക് എന്നോളൂ. അപ്പം കശ്യപ പ്രജാപതിയിലൂടെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് എന്നെ ചിന്തിച്ചുകൊണ്ട് പോകാൻ കശ്യപ പ്രജാപതി എന്തിനാ പോകുന്നറിയാലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതെല്ലാം വിഷ്ണു തന്നെ പറയുന്ന ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം പ്രമോദായിട്ട് വന്നതും അച്ഛൻ്റെ ഇതിലൂടെ വന്നതാണെങ്കിലും അതെല്ലാം വിഷ്ണു തന്നെയാണ് വരുന്നത്. വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ഈ ജനിതക ഘടനയെല്ലാം പണ്ട് നിന്ന് തുടങ്ങിയിരിക്കുന്നത്. ആ പ്രേരക ശക്തിയിൽ നിന്ന് വന്നതാണ്. അത് പലതായിട്ട് തിരിഞ്ഞിട്ട് എൻ്റെ 20 ഇത് ചോദിച്ചാൽ തന്നെ മറ്റാരോട് ഭവതി പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് വേറെ ആരോടും പറഞ്ഞേക്കണേ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം. കാരണം ഇങ്ങനെ പറയുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. കാരണം ദൈവിക രഹസ്യം നിഗൂഢമായാലേ സഫലമാവുകയുള്ളൂ. അതുകൊണ്ട് സഫലമാവുകയുള്ളൂ. ഞാനീ ചോദിച്ചത് ആരോടും പറയണ്ട, കഥയിലൂട്ടിയാ എഴുതി വെച്ചിരിക്കും. കഥ വായിക്കുന്നവരെല്ലാം അറിയുന്നുണ്ട്. അപ്പം എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതൊന്നും നേരിട്ട് ആർക്കും അറിയാൻ പറ്റുന്നൊന്നുമല്ല. കാലാകാലങ്ങളിൽ ഓരോ കാലത്തിൽ അതിനുവേണ്ട ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് അനീതിക്കെതിരായിട്ട് ആ ശക്തി പോരാടിയിട്ട് അതിനെ തട്ടിമാറ്റും. അത് പിന്നെ നമ്മൾ തപസ്സിരുന്നുകൊണ്ടൊന്നും നമുക്ക് മാറ്റാൻ, അതിൻ്റെ സമയത്തുമ്പോൾ അത് മാറ്റുകയും ചെയ്യും. അപ്പം അതിൻ്റെ ദൂഷ്യവശങ്ങളും ഉണ്ട്. എന്ത്? അസുരന്മാർ ഭാര്യമാർ വിധവകളായിട്ട് നടക്കും. അതും ആ ശക്തിക്കറിയാം. ഇവളാഗ്രഹം സാധിപ്പിച്ചു കഴിഞ്ഞാൽ ദിതിയുടെ പുത്രന്മാർ ഭരിക്കും, പുത്രന്മാരുടെ ഭാര്യമാർ വിധവകളാകും, അവർ കരഞ്ഞുകൊണ്ട് കിടക്കും. അതും അധർമ്മമല്ലേ?
അതുകൊണ്ട് ഇതെല്ലാം നാളെ സംഭവിക്കുന്നതാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തില്ല, ഇതിലൊന്നും തലയിടുന്നില്ല. സമയാസമയങ്ങളിൽ നടക്കേണ്ട കൊണ്ട് നടന്നു പോകും. അതിൽ ആര് കരയുന്നു, ആര് നിലവിളിക്കുന്നു, അതിനൊന്നും അതിന് താല്പര്യം ഇല്ല. അപ്പൊ ഇത് ചോദിച്ചാൽ തന്നെ മറ്റാരോടും പറഞ്ഞുകൂടാ. ഇനി 21 ശ്രീ സുഗൻ പറയുകയാണ്, ഇത്രയും പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു. ഭഗവാൻ അങ്ങ് പോയി. അതിഥിയാകട്ടെ ശ്രീഹരിയുടെ അവതാരം തന്നിലൂടെ വരുന്നു എന്നറിഞ്ഞിട്ട് ആ സന്തോഷത്താൽ ഭർത്താവിനെ സമീപിച്ച് സേവനം തുടങ്ങി. സേവിക്കാൻ തുടങ്ങി. നേരെ ഭർത്താവിൻ്റെ അടുത്ത് ആ ശ്രീഹരിയെ ധരിച്ചുകൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ 22 ആ മഹാനായ കശ്യപ പ്രജാപതി ശ്രീഹരിയുടെ ചൈതന്യം തന്നിൽ പ്രവേശിച്ചതായി സ്വയം അങ്ങേരുടെ ദീർഘദൃഷ്ടിയോടെ മനസ്സിലാക്കി. ആ ശ്രീഹരിയുടെ ചൈതന്യം എന്നിൽ പ്രവേശിച്ചിട്ടുണ്ട്. 23 അദ്ദേഹം തപോനിഷ്ഠയാൽ വളരെ കാലമായി സംഭരിച്ച തേജസ്സിനെ അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെ നേടിയ പ്രേരക ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ തേജസ്. അതിനെ ആര് പ്രേരിപ്പിക്കുന്നു? വിഷ്ണുവിൻ്റെ പ്രേരണയാൽ വായു മരത്തടിയിൽ എന്ന പോലെ വായു മരത്തിൻ്റെ തടിയിൽ ഉള്ളതുപോലെ അതിഥി ദേവിയിൽ ആധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തേജസ് അതിഥിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചു. 24 ശ്രീഹരി അതിഥിയുടെ ഗർഭത്തിൽ അധിഷ്ഠാനം ചെയ്തതറിഞ്ഞ് ബ്രഹ്മദേവൻ, അപ്പോൾ എല്ലാ സൃഷ്ടിൻ്റെയും പിന്നിൽ ആരുണ്ട്? ബ്രഹ്മദേവനുണ്ട്. ബ്രഹ്മദേവനാണ് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഏതെന്ന് വരികയാണ്? മുകളിലത്തെ പ്ലാൻ അനുസരിച്ചാണ് വരുന്നത്. അപ്പം ബ്രഹ്മദേവൻ നിഗൂഢമായ തിരുനാമങ്ങൾ കൊണ്ട് സ്തുതിച്ചു. പിന്നെ ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ് ആ ശക്തിനെ ഇത് അറിഞ്ഞിട്ട്. 25 ബഹുകീർത്തിമാൻ, വലിയ കീർത്തിമാനായ ബഹുവിക്രമശാലിയായ അങ്ങയ്ക്ക് നമോഭാഗം. അദ്ദേഹം ചെറിയ ചില വാക്കിലാണ് സ്തുതിക്കുന്നത്. വേദത്തിനും വേദജ്ഞന്മാർക്കും ഹിതകരമായ ഭഗവാന് നമസ്കാരം. വേദത്തിനും വേദജ്ഞന്മാർക്കും ഹിതകരിയായ ഭഗവാന് നമസ്കാരം. അപ്പം വേദത്തിൽ എന്താണോ പറഞ്ഞ് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാലക്രമത്തിൽ ഇങ്ങനെയെല്ലാം അവതാരങ്ങൾ ഉണ്ടാവുന്നല്ല വേദത്തെ പറഞ്ഞ കാര്യമാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് തപസ് ചെയ്തതുകൊണ്ട് ഈ വ്രതനിഷ്ഠയോട് ഒരു യുഗം സംഭവിച്ചിട്ടില്ല. എന്താണോ നടക്കേണ്ടത് അത് സമയത്തുമ്പോൾ നടക്കും. പിന്നെ അവർക്ക് കുറച്ച് മനസമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ, പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, വേറെ കാര്യമൊന്നും ഇല്ല. പിന്നെയോ സത്വാദി ഗുണങ്ങളുടെ നിയന്താവാന് നമസ്കാരം. ഇനി 26 കൃഷ്ണിയുടെ പുത്രനായി പിറന്നവനും, കൃഷ്ണി എന്ന് പറയുന്നത് അതിഥിയായിരുന്നു മുമ്പിലത്തെ ഇതിൽ കൃഷ്ണി എന്ന പേരിലായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. വേദങ്ങൾ തന്നിലൊളിപ്പിച്ചവനും ഉള്ളിലുള്ളവനും. വേദങ്ങളെല്ലാം ആരിലാണ് അടങ്ങിയിരിക്കുന്നത്? ശ്രീഹരിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ശ്രീഹരി എന്താണോ ചെയ്യുന്നത്, വേദത്തിലേറിയ കാര്യങ്ങൾ അതുപോലെ നടക്കുകയുള്ളൂ. വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രഹസ്യം, ജ്ഞാനം. 4 യുഗങ്ങളിലൂടെ എന്തുണ്ടാവും? ഈ അവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ഇങ്ങനെയുള്ള അവതാരങ്ങൾ അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാണ്. അതിൽപ്പെടുന്ന ആരാണ്? വാമനനും അതിൽപ്പെടുന്നതാണ്. ആ വേദത്തെ പറയുന്ന മാതിരി സമയത്തുമ്പോൾ വാമനനും വരും, അസുരന്മാരെ മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുക. ആ വേദത്തെ പറയുന്ന മാതിരിയെ നടക്കുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് ആര്
പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വെട്ടിത്തുറഞ്ഞ് ആര് പറഞ്ഞു കൊടുത്തു? ദേവന്മാരുടെ ഗുരു പറഞ്ഞു കൊടുത്തു. പോയി ഉള്ള സമയം അവരവരുടെ സമയമാണ്, ഉള്ള സമയം പോയിട്ട് എവിടെയെങ്കിലും വിളിച്ചു. ഇവളാകട്ടെ, ഇവള് ഭൗതികവാദിയല്ലേ, പറഞ്ഞാൽ ഇതൊന്നും തലയിൽ കയറില്ലല്ലോ. തന്നെ തന്നെയാണ് ഈശ്വരനുള്ളത്, അതൊന്നും പറഞ്ഞാൽ തലയിൽ കയറില്ലല്ലോ. അതുകൊണ്ട് ഒരു വ്രതം ചെയ്തു തോന്നി. എന്ത് വ്രതം? ഉള്ള പൈസ മുഴുവൻ എടുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ സദ്യ കൊടുത്തിട്ട് അവരെ തൃപ്തിപ്പെടുത്തുക. അതിലൂടെ എന്താണ്? സ്വയം എല്ലാം ബ്രഹ്മമാണ് എന്ന തത്വം അതിലൂടെയെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെയോ, സർവലോകങ്ങളുടെ നിയന്താവും വിധാതാവും മൂന്ന് ലോകങ്ങളുടെയും ലോകങ്ങളെയും നാഭിയിൽ ഒളിപ്പിച്ചവനും, ആ നാഭിയിൽ വയറ്റിലായിരുന്നുവല്ലോ ഉണ്ടായിരുന്ന 3 ലോകങ്ങൾ, പ്രളയം കഴിയുമ്പോൾ അതെല്ലാം ആ വിഷ്ണുവിൽ പോയി ലയിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ ആ വിഷ്ണുവിൽ പോയി ലയിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുണ്ട് അതിൻ്റെ ബീജമുണ്ട്. ഏതുപോലെയെന്ന് വെച്ചാൽ ചേനേൻ്റെ ചെടി ഉണങ്ങിയിട്ട് ആ ഇതിൽ ചേനയിൽ വന്ന് നിൽക്കും. പിന്നെ അടുത്ത മഴ വരുമ്പോൾ പൊന്തിയിട്ട് വരും. പിന്നെയും അതിൻ്റെ അകത്ത് തന്നെ പോയി ചേരും. അതുപോലെ ഈ ബ്രഹ്മത്തിൽ നിന്ന് അതിൻ്റെ അകത്തപ്പം ബീജമെല്ലാം ഉണ്ട് പുതിയ ഉണ്ടാകേണ്ടത്. അതെല്ലാം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹൃദയുഗം ത്രേതായുഗം ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. ബ്രഹ്മം തൊട്ട് ഓരോ സ്റ്റേജിലൂടെയും പാലാടി മദനം ഇതെല്ലാം ഉണ്ടല്ലോ. ആ പ്രക്രിയയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുക. എന്നിട്ട് അവസാനം 3 ലോകങ്ങളും നാഭിയിൽ ഒളിപ്പിച്ച, അതേസമയം 3 ലോകങ്ങളുടെയും മുകളിൽ വസിക്കുന്നവനോ, അതുകൊണ്ട് ഉള്ളിലല്ല, ഇതിൻ്റെ എല്ലാം മുകളിൽ തന്നെയാണല്ലോ, ഇതകത്താണെങ്കിലും മുകളിൽ തന്നെ വസിക്കുന്നവനും പ്രാണികളിൽ അന്തരാമിയായി ഇരിക്കുന്നവനും, എല്ലാ പ്രാണികളിലും ഇരിക്കുന്നത് അവൻ തന്നെയാണ്. എല്ലാ പ്രാണികളും അവൻ തന്നെ. ഇത് പറഞ്ഞ് പറഞ്ഞ് മടുത്ത്, എന്നിട്ടും ആർക്ക് പോലും മനസ്സിലാകുന്നില്ല. ദേവന്മാരുടെ മാതാവായ അതിഥിക്ക് പോലും കാര്യം മനസ്സിലാകുന്നിട്ട് വഴിപാട് നടത്താൻ പോയിരിക്കുകയാണ്, അല്ല വ്രതം അനുഷ്ഠിക്കാൻ. പാടുപെട്ട് വിശ്വവ്യാപിയായതിന് നമസ്കാരം. ഈ ലോകം മുഴുവൻ വ്യാപിച്ച അതിനാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയെല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞ് ബോധിപ്പിക്കുവാടി ഇരുന്നിട്ട്. എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന കക്ഷിയുടെ അടുത്ത് പോയിട്ട് അമ്പലത്തിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പൊന്നും വരാനൊന്നും വരില്ല. ഉള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് പിന്നെ പോലീസുകാർ പിടിച്ചെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റണം. അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. പറ്റുമെങ്കിൽ കരഞ്ഞ് നവളെ വിളിച്ചിട്ട് പറയും. കരഞ്ഞാലൊക്കെ സങ്കടം വരുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. ആര്? നിർഗുണമായ ബ്രഹ്മത്തിന്. കരച്ചിലും വിളിച്ചലും എല്ലായിട്ടായിരിക്കും അവിടെ പറയുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് മനസ്സിൽ. എന്ത്? നമ്മളെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സങ്കടം തോന്നും. അങ്ങനെ നമ്മൾ മനുഷ്യരാണ്. ബുദ്ധി തന്നിരിക്കുന്നത് വേദങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണ്, നമ്മളെ ഉള്ളിൽ തന്നെയാണ് ആ കട്ടിയിരിക്കുന്നത്. നമ്മൾ തന്നെയാണത്. അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ല. അതിന് നമ്മളോട് ഒരു വിദ്വേഷവും ഇല്ല, ഒരു ശത്രുത. നമ്മളെ ചീത്ത പറഞ്ഞാലും അതിനെപ്പറ്റി ചീത്ത പറയുന്നവരെയോടാണ് ആദ്യം സാക്ഷാത്കാരം കിട്ടുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് ചിന്തിക്കുമല്ലോ. അതല്ലേ നേരത്തെ നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ കുറ്റം പറഞ്ഞാലും ദൈവത്തെ നിഷേധിച്ചാലും നമ്മൾ യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും നമ്മളെപ്പോഴും തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അദ്ദേഹത്തെ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മളോടായിരിക്കും അദ്ദേഹത്തിന് ബ്രഹ്മസാക്ഷാത്കാരത്തിന് കൂടുതൽ താല്പര്യം. അപ്പം ഇതെല്ലാം വെറുതെ പറയുന്നതല്ല. ഇരുന്ന് കുറച്ച് സമയം ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തോളം ഉയരും. കാരണം നമ്മൾ തന്നെയാണ് ദൈവം, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. ആ ശക്തി തീരുമാനിച്ച മാതിരി നമുക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് അതങ്ങ് ചെയ്തു കൊടുത്തേക്കുക. പക്ഷെ നമുക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ശരീരം കിടക്കുന്നിടത്തോളം ദുഃഖം അനുഭവിച്ചു കൊണ്ട് പോയേ പറ്റൂ. ഈ ശരീരവും ഈ ബുദ്ധി ഇന്ദ്രിയങ്ങളും കിടക്കുന്നിടത്തോളം കാലം നമ്മൾ ഈശ്വരനായെങ്കിലും അനുഭവിച്ചേ പറ്റൂ. കൃഷ്ണനും അനുഭവിച്ചില്ലേ? അങ്ങനെയല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത്.
കൃഷ്ണനും എന്തെല്ലാം അനുഭവിച്ചു. അവസാനം മരണം മുഴുവൻ എങ്ങനെയാണ് ഉണ്ടായത്? ശാപം മൂലം. അപ്പൊ ശരീരം എടുത്ത് അതിലോട്ടുള്ള കൃഷ്ണൻ ജനിച്ചതൊന്നുമല്ല, അത് കാലമാണ്. പക്ഷേ കഥാപാത്രമായി അവതരിച്ചിരിക്കുമ്പോൾ പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മളും കൃഷ്ണനാണെങ്കിലും ഈ ശരീരം ഉള്ളിടത്തോളം കാലം നമുക്ക് കുറച്ച് ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം ചെയ്തു കൊടുത്തേ പറ്റുക. ചെയ്യുമ്പോൾ കഷ്ടപ്പാടാണ് ഉണ്ടാവുക. ആ ധർമ്മം എല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രഹ്മസാക്ഷാത്കാരം. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അപ്പം നമുക്ക് വിരക്തി വന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാം. എല്ലാത്ത സമയം ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ദുഃഖം തന്നെയായിരിക്കും. ആ ദുഃഖം ഒഴിവാക്കേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാം ഒരു നാടകത്തിലെ പോലെ അങ്ങേര് ചെയ്യുന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങേർക്കായി ചെയ്തങ്ങ് കൊടുത്തേക്കുക. അപ്പം ഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു വീട്ടിൽ ഒരാളടുത്ത് ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ ശമ്പളം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പറയുന്ന അങ്ങ് ചെയ്തു കൊടുത്തേക്കും. അത് ശരിയായാലെന്ത് തെറ്റായാലും നമ്മൾ ചെയ്യേണ്ട മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കും. അയാൾക്ക് ചിലപ്പോൾ അത് നാളെ വിൽക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അയാൾ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതേപോലെ ആ ശക്തിക്ക് വേണ്ടി ജീവിതം. അപ്പോൾ പാടുപെട്ട് ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മം തന്നെ മതി. അതിന് കിട്ടുന്ന ഫലം തന്നെ മതി. ആ കർമ്മത്തിൽ വരുന്നത് തന്നെയാണ് ഗൃഹസ്ഥാശ്രമവും. ഭാര്യക്ക് മക്കൾക്കെല്ലാം വളർത്തേണ്ട എല്ലാം ഉത്തരവാദിത്വമുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? ശ്രീഹരിക്ക് വേണ്ടിയാണ് എന്ന ചിന്തയിൽ ചെയ്യണം. ശ്രീഹരിക്ക് നാളെ ഒരു കുട്ടി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിലോട്ട് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെ വളർത്തി ആയി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് എനിക്ക് വേണ്ടിയല്ല, ആ കക്ഷിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു വിശാലമായ ചിന്ത ഇത്രയും ഭാഗവതം കഴിയുമ്പോഴെങ്കിലും നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരണം. നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ സൃഷ്ടിക്ക് മുൻപിലും 27 പറയാണ്, സൃഷ്ടിക്ക് തുടക്കത്തിലും ഒടുക്കത്തിലും മധ്യത്തിലും ഇരിക്കുന്നവൻ അവൻ തന്നെ. അങ്ങേ അളവറ്റ ശക്തിയോടുകൂടിയ പുരുഷനായിട്ട് ഉദ്ഘോഷിക്കുന്നു. അങ്ങേത്തെ എല്ലാവരും കാണുന്നത് എങ്ങനെയാണ്? അളവറ്റ ശക്തി. അതിൻ്റെ ശക്തിക്കൊരു കണക്കില്ല. ഒരു പുരുഷനായിട്ട്. അതാണ് ആ പരമപുരുഷൻ. പുരുഷനും പ്രകൃതിയും. ശക്തിയായ ഒഴുക്കിൽ പുൽക്കൊടികൾ. ഒരു ശക്തിയായ ഒഴുക്കിൽ ഒരു പുൽക്കൊടി ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനെ തള്ളിക്കൊണ്ട് എവിടേക്കെങ്കിലും കൊണ്ടുപോയി. എവിടേക്കാണെന്ന് ഒരു പിടിയുമില്ല. ശക്തിയായ ഒഴുക്കിൽപ്പെട്ട ഒരു പുൽക്കൊടിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനെ തള്ളിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും. നമുക്ക് പറയാൻ പറ്റില്ല അത് എവിടെ എത്തിയെന്ന് പോലും അറിയാൻ പറ്റില്ല. ആ പുൽക്കൊടീനെ പിന്നെ കാണാനുണ്ടാവില്ല. അതുപോലെ കാലസ്വരൂപമായി കാലത്തിൻ്റെ സ്വരൂപമായി കാലത്തിൻ്റെ തള്ളലിൽ ഈ പ്രപഞ്ചത്തെ എങ്ങോട്ടോ തള്ളിക്കൊണ്ടു പോവുകയാണ്. കാലത്തോടൊപ്പം ഈ പ്രപഞ്ചത്തെ എങ്ങോട്ടോ തള്ളിക്കൊണ്ടു പോവുകയാണ്. ആ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന പോക്കാണ് പറഞ്ഞത്. ദശാവതാരങ്ങളിലൂടെ പോയി അവസാനം വസുദേവ കുടുംബം, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു സുന്ദരമായ ലോകം, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാവരും താമസിക്കുന്ന ലോകം. അവിടെ ഉച്ചനീചത്വങ്ങളില്ല, ജാതിമതമില്ല, രാഷ്ട്രങ്ങൾ തന്നെയില്ല. എല്ലാവരും ലോകമേ തറവാണ്. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടത്തേക്ക് എത്തുകയും ചെയ്യും. ഇനി 28. സ്ഥാവര ജംഗമ ജീവജാലങ്ങൾ പ്രജാപതിമാരുടെ ഉൽപ്പത്തികൾക്ക് കാരണഭൂതമായ അങ്ങ് തന്നെ. അപ്പോൾ സ്ഥാവര ജംഗമ വസ്തുക്കള്, ജീവജാലങ്ങള് പ്രജാപതിമാരുടെ ഉൽപ്പത്തിക്ക്, പ്രജാപതിമാരുടെയാണല്ലോ ഇതെല്ലാം സൃഷ്ടിച്ചത്.
ഇതിൻ്റെ എല്ലാ ഉൽപ്പത്തിക്ക് കാരണഭൂതമായ ഇത് ആര് തന്നെയാണ്? അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെ എന്തു ചെയ്യുന്നു? വെള്ളത്തിൽ ആണ്ടുപോയവന് വഞ്ചി എന്ന പോലെ ആരെങ്കിലും അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ ശക്തിയാണെങ്കിൽ അതിൽ വള്ളവരും വെള്ളത്തിൽ അകപ്പെട്ടെങ്കിലും ഒരു നടുക്കളിൽ ഒരാൾ അകപ്പെട്ടു പോവുകയാണ്. അപ്പോൾ വെള്ളത്തിൽ ആണ്ടുപോകുന്നവന് വഞ്ചി എന്ന പോലെ, ഒരു വഞ്ചി രക്ഷപ്പെടുത്തുന്ന പോലെ സ്വർഗത്തിൽ നിന്നും ഭ്രംശിച്ചു വീഴുന്നവന്, അതാരാണ് സ്വർഗത്തിൽ നിന്ന് വീഴുന്നത്? നേരത്തെ ഇന്ദ്രൻ. അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ ഈ അധ്യായം തുടങ്ങിയത്. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഭ്രംശിച്ചവശനായ സ്വർഗവാസികൾക്ക്, അതായത് ഇന്ദ്രനും കൂട്ടാളികളും തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഏകാവലംബമായി ഭവിക്കും. അവർക്കും ഏകമായ അവലംബമായി ഭവിക്കും. എപ്പോഴ്? ഭാവിയിൽ. ആരാ ഇത് പറയുന്നത്? ബ്രഹ്മാവാണ് പറയുന്നത്. സൃഷ്ടിയുടെ അധിപനാണ് പുകഴ്ത്തുന്നത്. സ്വർഗത്തിൽ നിന്നും പതിച്ച ഇന്ദ്രാദികൾക്കെല്ലാം ഏക അവലംബമായിട്ട് അദ്ദേഹം ഭവിക്കും. എപ്പോഴ്? അതിൻ്റെ സമയം എത്തുമ്പോൾ. അത് ഗുരു പറഞ്ഞ, പാണ്ഡവരോട് പറഞ്ഞ അതേ സമയം തന്നെയാണ്. ആ സമയത്തേക്ക് വേണ്ടിയാണ് ഈ കൊച്ചു ജനിക്കുന്നത്. ആ സമയത്തുമ്പോൾ അസുരന്മാരുടെ സമയം കഴിഞ്ഞു, പിന്നെ ദേവന്മാരുടെ സമയമാണ്. അപ്പം ദേവന്മാരടക്കെ ഇരിക്കും. അവർ പിന്നെ അവരുടെ സമയം വരെ അവിടെ ഇരിക്കും. കുറേ കാലം കഴിയുമ്പോൾ പിന്നെയും അസുരന്മാരുടെ ഗ്രഹങ്ങൾ തിരിഞ്ഞ് വരുമ്പോൾ, ഗ്രഹങ്ങളുടെ സമയം വരും, അസുരന്മാരുടെ സമയം വരുമ്പോൾ പിന്നെയും ഇറങ്ങിപ്പോകും. അവർ അധർമ്മികൾ മാക്സിമം ആകുമ്പോൾ വിഷ്ണു വന്നിട്ട് അടിച്ചിട്ട് പിന്നെയും മറ്റന്മാരെ കയറ്റി ഇരുത്തും. ഇതാണ് പ്രപഞ്ച രഹസ്യം.